കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കൻ ഒരു ഉണ്ണിക്കണ്ണനെ ആ ശ്രീലകത്ത് ചാർത്തിരിക്കണത് എന്തൊരു കൗതുകം അറിയോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിലത്തിരുന്നും കൊണ്ടാണ് ഇടത്തെ കാലിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്, വലത്തെ കാലിങ്ങനെ കുന്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കണത്. രണ്ട് കാലുമ്പിൽ അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കിങ്ങിണി കുഞ്ഞി കുമ്പേൻ്റെ മുകളിങ്ങനെ കെട്ടിയിട്ടുണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ ആ കിങ്ങിണി കാണാൻ. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പൊറിച്ചിട്ട് മാലയൊക്കെ ചാർത്തി നല്ല അലങ്കരിച്ചിട്ടുണ്ട് യശോദമ്മ നല്ല ഭംഗിയായിട്ട്. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കയ്യിലൊരു വെണ്ണക്കുടമാണ്. ആ വെണ്ണക്കുടം ഇടത്തെ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണുറലിയും. ആ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ വാരി കഴിക്കാൻ ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുകമുള്ളൊരു ഉണ്ണിക്കണ്ണൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, മയിൽപ്പീലി ചാർത്തിയിട്ടുണ്ട് ചന്ദ്രൻ കൊണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉണ്ണിക്കണ്ണനെ. ഈ ഉണ്ണിക്കണ്ണൻ്റെ ഇടത്ത് ഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്, കുറൂരമ്മ. ഒരു മുണ്ട് മാത്രം എടുത്തൊരു മുത്തശ്ശി ഇടത്ത് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ മുത്തശ്ശി ഒരു കറുത്ത കലം കൊണ്ട് ആ ഉണ്ണീനെ മൂടാൻ പുറപ്പെടുകയാണ്. വില്ലുമംഗലം പൂജയ്ക്ക് വരുന്നുണ്ട്, അവിടെ നീ വികൃതി കാണിക്കരുത്, നീ ഇതിൻ്റെ അടിയിൽ ഇരുന്നോ പറഞ്ഞിട്ട് കലം കൊണ്ട് മൂടാൻ പുറപ്പെടണ ഒരു കുറൂരമ്മയാണ് ഇടത്ത് ഭാഗത്ത് നിൽക്കുന്നത്. ഒറ്റ മുണ്ട് കൊടുത്തിട്ടുള്ള ഒരു കുറൂരമ്മ മുത്തശ്ശി. നല്ല ഭംഗിയായിട്ട് മുത്തശ്ശിയായിട്ട് ഇങ്ങനെ ആ കാതൊക്കെ തന്നെ തൂക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മുത്തശ്ശീനെ. ആ ഒറ്റ മുണ്ട് കൊടുത്ത് ആ മുത്തശ്ശി ഒരു കരിക്കലം കൊണ്ട്, അത് കളഭം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് ആ കലം കേട്ടോ. ആ കലം കൊണ്ട് ഉണ്ണിക്കണ്ണനെ മൂടാൻ പുറപ്പെടുക. അങ്ങ് ആ ഭാവത്തിലാണ് നിൽക്കുന്നത്. വലത്തേക്ക് ആ കുടങ്ങനെ മൂടുന്ന പോലെ കുറൂരമ്മയുടെ കൈ ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്. ആ കളഭത്തിൻ്റെ മുകളിൽ അങ്ങനെ ആ കളഭം കൊണ്ട് കലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ അടയ്ക്കാൻ പുറപ്പെടുന്ന ഒരു ഭാവത്തിൽ. അപ്പോൾ ഈ വെണ്ണയും കഴിച്ചിട്ട് കലത്തിൻ്റെ അടിയിൽ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരുത്തുന്നത്. അങ്ങനെ വികൃതി കാണിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുടം വെണ്ണയും കൊടുത്തിട്ട് വെണ്ണയും വാരിക്കാൻ നല്ല ആനന്ദത്തിലുണ്ട്. ഉണ്ണിക്ക് ഇതൊക്കെ വികൃതികളാണ്. ഇത് കാണണം നമുക്ക് നല്ല സന്തോഷം. അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല ഒരെണ്ണമാണ് ചാർത്തിരുന്നത്, വെളുത്ത അന്ത്യാർ വട്ടപ്പൂവിൻ്റെ മാത്രമായിട്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിരുന്നത്, തെച്ചി തുളസി വെളുത്ത പൂ ഒരേ അനുപാതം നല്ല ഭംഗിയായിട്ട്, അതും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ഒരു തിരുമുടിമാലയും ഒരു ഉണ്ടമാലയും ചാർത്തിക്കിട്ടായിരിക്കണേ. ഇത് ഈ കലത്തിൻ്റെ അടിയിൽ അടയാൻ വേണ്ടി പുറപ്പെടാൻ തയ്യാറായിട്ട് കുറൂരമ്മ കലം കൊണ്ട് ഉണ്ണിക്കണ്ണൻ അടക്കിയാണ്. ഈ കലത്തിൻ്റെ മുകളിലായിട്ട് വിധാനമായിട്ട് കണ്ണൻ്റെ പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ട് ഒരു 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. അതും നല്ല കൗതുകമുണ്ട്. ഉണ്ണിക്കണ്ണൻ ആനന്ദത്തിലാണ്. കലം കൊണ്ട് അടയ്ക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ ഒരു വിഷമവും ഇല്ല, അതൊരാനന്ദം. ഉണ്ണിക്കണ്ണൻ എന്തും ആനന്ദമാണ്. നല്ല ഭംഗിയായിട്ടായിരിക്കണത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ഇല്ല പ്രപഞ്ചത്തിൽ ഇതേ വിധത്തിൽ ആശ്ചര്യ വസ്തുക്കൾ നിറഞ്ഞ കൃഷ്ണൻ ഉണ്ടെന്നു ചൊല്ലുന്ന വികുണ്ഠദേശത്തെന്തൊക്കെ നിർമ്മിക്കണം അത്ഭുതങ്ങൾ. ഗോവർദ്ധനത്തിൻ്റെ ചുവട്ടിലായാളും ലായും കാളിന്തിയാറ്റിൻ്റെ കരക്കലായും ഒരാടുമേക്കും ഭഗവാനെയല്ലാതൊരാളെയും ഞാനറിയില്ല വേറെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണനെ കലം കൊണ്ട് മൂടാൻ പുറപ്പെടുന്ന വലിയ ഒരു കലം ഇങ്ങനെ കമത്താണ് ഉണ്ണിക്കണ്ണൻ അവിടെ വെച്ചിട്ട്. ഉണ്ണിക്കണ്ണന് അതിനുള്ള വികൃതി കാണിക്കാതിരിക്കുക പറഞ്ഞിട്ട് ഒരു കുടം വെണ്ണയും കൊടുത്തില്ല. ആ കുടത്തുനിന്ന് വെണ്ണയും കഴിച്ച് നല്ല ആനന്ദത്തിലായിരിക്കണം, ഒരു വിഷമത്തിൽ നല്ല ആനന്ദ കണ്ണനെ. കുറൂരം അങ്ങനെ നിന്നിട്ട് ആ കലം കൊണ്ട് ഇങ്ങനെ മൂടാൻ പുറപ്പെടാണ്. അങ്ങനെയാണ് ശ്രീലകത്തെ അലങ്കാരം. എന്തൊരു കൗതുകം അറിയോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന് ഉണ്ണിക്കണ്ണൻ കുറൂരമ്മ അങ്ങനെയാണ് ശ്രീലകത്ത്. കുറൂരമ്മയുടെ ഒരു ഭക്തിയല്ലേ ആലോചിച്ച് നോക്കുക. ഉണ്ണിക്കണ്ണൻ സ്വന്തം, അതുപോലെ നമുക്കും കണ്ണൻ സ്വന്തമാവട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഉറക്ക നാമം ജപിക്കാം. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.